നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പോയിന്റ് പട്ടിക ഇപ്പോൾ പരിശോധിച്ചാൽ കാണാനാവുക ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള ഒഡീഷ എഫ് സി ഗോവ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി, മുംബൈ സിറ്റി എഫ് സി, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നിവർ ലീഗ് ഷീൽഡിൽ കണ്ണും നട്ടാണ് മുന്നേറുന്നതെങ്കിൽ 6 മുതൽ 11 വരെ സ്ഥാനങ്ങളിലുള്ള സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് 6ാം സ്ഥാനം എന്ന പ്ലേ ഓഫിലേക്കുള്ള അവസാന പിടിവള്ളിയാണ്. 6ാം സ്ഥാനത്തുള്ള ബംഗളൂരു എഫ് സിയുടെ പോയിന്റ് 14 ആണെങ്കിൽ 11ാം സ്ഥാനത്തുള്ള പഞ്ചാബ് എഫ് സിയുമായുള്ള പോയിന്റ് വ്യത്യാസം വെറും 3 മാത്രമാണ്. ഇതിനാൽ തന്നെ 6ാം സ്ഥാനം എന്നത് ആരുടേതാവും എന്നത് പ്രവചിക്കാൻ കഴിയാത്തത് തന്നെയായി മാറുന്നു. ഇന്നലെ പട്ടികയിൽ 11ാം സ്ഥാനത്തായിരുന്ന ബംഗളൂരു എഫ് സി ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഏക വിജയം കൊണ്ടുവന്നതോടെ പട്ടികയിലെ 6ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നു എന്നിടത്ത് തന്നെ മനസ്സിലാക്കാനാവും 6ാം സ്ഥാനത്തിനുള്ള ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന്. സ്ഥാനങ്ങൾ ഇനിയും മാറി മറിഞ്ഞേക്കാം എന്നിരിക്കെ സീസണിലെ തങ്ങളുടെ 3ാം വിജയം കൊണ്ടുവരാനായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബംഗളൂരു എഫ് സി. ചെന്നൈയിൻ എഫ് സിയെ ശ്രീകണ്ഠീരവയിൽ വീഴ്ത്തിയത് ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നുവെങ്കിൽ മത്സരത്തിൻ്റെ 62ാം മിനിറ്റിൽ ഹാലിച്ചറൻ നർസാരിയുടെ അസിസ്റ്റിൽ ഒസി സ്പിഷിൽ റയാൻ വില്യംസിൻ്റെ വകയായിരുന്നു ബംഗളൂരു എഫ് സിയുടെ വിജയഗോൾ. ബംഗളൂരു എഫ് സിയുടെ അടുത്ത മത്സരം 1 പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ജംഷഡ്പൂർ എഫ് സിയുമായാണെന്നിരിക്കെ മത്സരം ആവേശം നിറഞ്ഞത് തന്നെയാവും എന്നതുറപ്പ്.